ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ഇമോഷണൽ തോട്ട്സ് ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത്, അതുപോലെ നിങ്ങളിൽ നിന്ന് ഇവർ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എപ്പോഴാണോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നല്ല നല്ല മൊമെന്റ്സ്, കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. The Empress, Ten of Pentacles, Queen of Cups, Five of Wands, Eight of Wands, Six of Cups, Three of Pentacles, Nine of Wands, Queen of Pentacles, Three of Wands, Two of Wands, Ten of Cups, Five of Swords, Four of Wands, Page of Cups, Eight of Cups, Queen of Swords, The Tower energy ആണ് വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ലെവൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ടവർ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വരുന്ന ഒരു എനർജിയാണിത്. ദൈവികപരമായ ഒരു തിരിച്ചടി നേരിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി കാണിക്കുന്നത്. ഇവരെ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ, വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ പല പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉള്ളതായിരിക്കാം, എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അതുപോലെ ഇവർ നിങ്ങളെ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ പലപ്പോഴും കേൾക്കാതിരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സമ്പത്ത് ഉണ്ടാക്കണം എന്നൊരു ചിന്തയിലൊക്കെ നിങ്ങളുടെ സ്നേഹത്തെ പതുക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരുടേതായ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ പോയവരാണ്. ചിലപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ടായിരിക്കാം. ഇവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരിലേക്കാണോ ഇവർ പോയത് അത് അത്ര നല്ല സ്ഥലമല്ല, അവിടെ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായേക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാൺ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും അവർ കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർ ആരെയാണോ വിശ്വസിച്ച് പോയത് അല്ലെങ്കിൽ ആരെയൊക്കെയാണോ വിശ്വസിച്ച് പോയത് ആ ഒരു വ്യക്തികളിൽ നിന്നൊക്കെ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം ഇവർ നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളുടെ പേഴ്സണിന് സംഭവിച്ചേക്കാവുന്ന സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അവരുടെ കൈകളിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്ക് സമ്പത്തൊക്കെ പോയിട്ടുണ്ട്. സമ്പത്ത് എന്ന് മാത്രമല്ല, സമാധാനം ആണെന്നുണ്ടെങ്കിലും ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓവർ തിങ്കിങ് കാണിക്കുന്നുണ്ട്. ചിന്തിച്ചു കൂട്ടി ഭയങ്കരമായ ഒരു റിഗ്രറ്റ് ഫീലിലാണ് നിൽക്കുന്നത്. സ്വന്തമായിട്ട് തന്നെ ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്കിവിടെ ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണെന്നുണ്ടെങ്കിലും ടെൻ ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ട്. ഫാമിലി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കുട്ടികൾ, കുടുംബം എല്ലാവരും കൂടി അടങ്ങുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ. ഇനി മറ്റു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫാമിലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിരുന്നവർ. സെലിബ്രേഷൻ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മാരേജ് ലൈഫിലേക്കൊക്കെ കടന്നിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചവരായിരിക്കാം.
അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലാണെന്നുണ്ടെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചൊരു ഈഗോ ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ ഒരു രീതിയിൽ നിങ്ങൾ അറിയരുത് എന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഇമോഷൻ കൺട്രോളിംഗ് ആണ്. നിങ്ങൾ അത് അറിയിക്കാതിരിക്കാനായിട്ട് മാക്സിമം ഇവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഈഗോ വെച്ചിട്ടാണ് ഇവർ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. ഈഗോ എന്ന് പറയുമ്പോൾ ഇവരുടെ മെന്റാലിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ എങ്ങോട്ടാണോ പോയത് ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇപ്പൊ സ്ട്രോങ് ആയിട്ട് അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ കാർഡാണ്. ഇവരായിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. അപ്പൊ ഇനി പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വന്ന് കയറുക എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയാണ് അവർ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ്. പക്ഷെ എങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങളെ അറിയിക്കാതിരിക്കാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ കിട്ടുന്നത്. അവരുടെ ഒരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. എന്താണ് ഈ ഒരു സമയത്ത് ഇവരുടെ ഒരു ഇമോഷണൽ തോട്ട്സ്. ഇവിടെ എംപ്രസ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഈ ഒരു സമയത്ത് സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഇങ്ങനെ കുറേയധികം തിരിച്ചടികള്, പ്രശ്നങ്ങള്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ച വ്യക്തികളിൽ നിന്നുള്ള ആ ഒരു ചീറ്റിംഗ് എല്ലാം നേരിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ലൈഫിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അവർക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഒരു ലോ എനർജിയിലാണ് ഇവരെ കാണുന്നത്. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ചിന്തിച്ചു കൂട്ടി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടേത്. നേരെ പോകേണ്ട കാര്യങ്ങൾ വളഞ്ഞു ചുറ്റി ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഇവരുടെ രീതി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നതൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നുള്ള രീതിക്കായിരിക്കാം മേ ബി ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അതിൽ അബദ്ധങ്ങളും പറ്റാറുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു സ്വാർത്ഥത അല്ലെങ്കിൽ അവരുടെ ഒരു ഈഗോ, അവരെന്ത് ചെയ്താലും ശരിയാകും എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് അവർക്ക് ഇവിടെ തിരിച്ചടിയായിട്ട് വന്നിരിക്കുന്നത്. അത് ഇവരിപ്പോ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഇനിയെങ്കിലും നീതിപൂർവം പ്രവർത്തിക്കണം. അതും സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലല്ലാതെ സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും അർഹമായ ആ ഒരു സ്നേഹം നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ നൽകാനും ഇവര് തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്. ഇവിടെ ഒരു വന്നിരിക്കുന്ന ഒരു എനർജി തന്നെ ഹോപ്പാണ്, പ്രതീക്ഷകളാണ്. വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആണെന്നുണ്ടെങ്കിലും നോക്കി കാണുന്നത്. മുന്നോട്ടേക്ക് സന്തോഷകരമായിട്ടൊരു ഫാമിലി ലൈഫ് ആയിട്ട് തന്നെ പോകണം. അതുപോലെ അത്യാഗ്രഹമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് പോരുകയും വേണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു സമാധാനപൂർണ്ണമായ ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഒരു പഴയകാല ഓർമ്മകളിലേക്കൊക്കെ മനസ്സ് പോകുന്നുണ്ട്. നൊസ്റ്റാൾജിയ കാർഡാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, അതുപോലെ നിങ്ങൾ ഇവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ്, ഇതെല്ലാം മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ എന്തിനാണ് പോയത് എന്നുള്ളത് ഇവർ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട്. ഒരു എടുത്തുചാട്ടത്തിന് എടുത്ത് കിണറ്റിൽ ചാടിയിട്ട് ഇപ്പൊ അവിടെ നിന്ന് കയറാൻ വയ്യാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്ന പോലെ. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണിത്. ഇമോഷണലി ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ട്. അതുപോലെ ഒരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം അവർ കേൾക്കാതിരുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും നന്നായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തത് അവരുടെ നല്ലതിന് വേണ്ടിയാണ് എന്നുള്ളതൊക്കെ അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ പ്രതീക്ഷയോട് കൂടി നോക്കി കാണുന്നത്. ഇതിലൊരു പ്രകാശം കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിജയം വേണം, ഒരു സന്തോഷമൊക്കെ കടന്നു വരണമെന്ന്, അല്ലെങ്കിൽ കൊണ്ടുവരണമെന്ന്, അതിനുവേണ്ടി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് ചെയ്യണം, വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ഇവർ ഇരിക്കുന്നത്. 3 ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ചെയ്തു പോയിരിക്കുന്ന പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും ഇവരുടെ സമനില തെറ്റിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്, ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ ആരും ഇല്ലാത്തൊരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇല്ലെങ്കിൽ ഇവർക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ആരെയും അറിയിക്കാതെ സ്വയം വേദനിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയം ഉരുകിത്തീരുകയാണ്. അപ്പൊ ഈ ഒരു ടൈമില് അവരായിട്ട് വേദനിപ്പിച്ച ആ ഒരു മനസ്സിനെ ഓർത്ത് ഇവര് തന്നെ സ്വയം വേദനിക്കുകയാണ്. അതായത് നിങ്ങളെ ഇവർ വേദനിപ്പിച്ചത് ഓർത്തിട്ട് ഇവർക്ക് തന്നെ സ്വയം ഒരു കുറ്റബോധവും ആ ഒരു പെയിനും ഒക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണോ അനുഭവിച്ചത് അതൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിലൂടെ അനുഭവിക്കുകയാണ് മറ്റൊരു രീതിയിൽ. അതിന് തന്നെയാണ് ആ ഒരു കർമ്മ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്.
എങ്ങോട്ടേക്കാണോ പോയത് അവിടെ നിന്നും ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഫലമൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് വലിയ രീതിക്ക് ഒരു തിരിച്ചടി അല്ലെങ്കിൽ എല്ലതും കൂടെ പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പോ മനസ്സമാധാനം ആണെങ്കിലും സന്തോഷാണെങ്കിലും ആ ഒരു financially ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും. സമ്പത്തിനോടൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല മറ്റെന്തെങ്കിലും third party situation എന്ന് പറയുമ്പോൾ, ഇവിടെ കൂടുതലായിട്ട് third party situation എന്ന് പറയുമ്പോൾ വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും financial കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നത്. സമ്പത്തിനോടുള്ള ആഗ്രഹം കൊണ്ടിട്ട് അവർ മറ്റു പല ബന്ധങ്ങളിലേക്കൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കാം. കാരണം ഇവിടെ main ആയിട്ട് pentacle energy ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് addiction തേടി പോയ വ്യക്തികളാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോയ ആ ഒരു സ്ഥലത്ത് നിന്നും വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിലൂടെ ഇപ്പൊ എല്ലാ രീതിക്കും life ൽ ഒറ്റപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു stuck ആയിട്ട് നിൽക്കുന്ന energy ആണ്. ഒരു സന്തോഷകരമായ പരിസമാപ്തി സ്വന്തം ജീവിതത്തിന് തന്നെ വരണം. അല്ലെങ്കിൽ ഈ ഒരു സമയത്താണ് നിങ്ങളുടെ person എല്ലാ കാര്യങ്ങളും realize ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒരു സന്യാസകരമായ ജീവിതം അല്ലെങ്കിൽ അതിസാഹസികപരമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് വീണ്ടെടുക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ ഒരു സമയത്ത് പ്രവർത്തിക്കണം. ബുദ്ധിപൂർവ്വം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ maximum ശ്രമിക്കുന്ന ഒരു വ്യക്തികളുടെ energy അവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ അറിയുന്നതിന് മുന്നേ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനും അതുപോലെ തന്നെ നിങ്ങളെ നേടിയെടുക്കാനും അതിനു വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം തലകൊണ്ട് ചിന്തിക്കുക. ഹൃദയം കൊണ്ട് അവർ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഇവര് കുറച്ച് ബുദ്ധിയുള്ള person ആണ്. ബുദ്ധി എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര എല്ലാ കാര്യങ്ങളും ചിന്തിച്ചൊക്കെ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ചില മണ്ടത്തരങ്ങളിലൊക്കെ പോയി ചാടുമെന്ന് പറഞ്ഞാലും ഇവരെല്ലാം ഭയങ്കര നോക്കി കണ്ടൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിലും അവർക്ക് ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യത്തിൽ അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ അത് അറിയുന്നതിന് മുന്നേ തന്നെ എല്ലാ രീതിയിലും നിങ്ങളിലേക്ക് എത്തണം എന്നുമുണ്ട്. അപ്പൊ ആ ഒരു hiding ഇവിടെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഈ ഒരു person നിങ്ങളിൽ നിന്ന് hide ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു reading ൽ നോക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ life ൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക നഷ്ടം ഇതൊന്നും അല്ലെങ്കിൽ അവർ ആ ഒരു വിശ്വസിച്ചു പോയ വ്യക്തികളിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അവരെ ആ ഒരു കളിയാക്കുകയോ അല്ലെങ്കിൽ അത് അവരുടെ ego നെ hurt ചെയ്യിക്കും. അതുകൊണ്ടാണ് അവർ ആ ഒരു emotions ഒന്നും തന്നെ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ സ്വയം നീറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഒറ്റപ്പെടലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രപഞ്ച ശക്തിനെ വിശ്വസിച്ച് തന്നെയാണ് നിങ്ങളുടെ person ഇപ്പൊ മുന്നോട്ടേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നത്. spiritual connection ലേക്കൊക്കെ വന്നിട്ടുണ്ട്. spiritual connection എന്ന് പറയുമ്പോൾ വിശ്വാസമൊക്കെ ഇല്ലാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു trust കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ life ൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവരായിട്ട് തന്നെ ചെയ്തു കൂട്ടിയ ആ ഒരു പാപങ്ങളുടെ ആയിരിക്കാം. ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേറി വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവർക്ക് നേടണം. അവരുടെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ നേടുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വളരെ fast ആയിട്ട് ഇവിടെ ഒരു communication card ആണ്. fast energy ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാനും അതിലൂടെ നിങ്ങൾക്കൊരു അർഹമായ നീതി നൽകി ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ relationship ൽ കൊണ്ടുവരിക. ഈ ഒരു ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒന്ന് balance ചെയ്ത് കൊണ്ടുപോകണം. ഓരോ സമയത്തും നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ഒരു person ന്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ life ലേക്ക് enter ചെയ്യണം എന്നുള്ള ഒരു mentality യിലാണ് ഇവർ നിൽക്കുന്നത്. കാരണം ഇവർ ചിലപ്പോൾ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു doubt ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കാരണം ഇങ്ങനത്തെ ഒരു situation ലൊക്കെ പോയ വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും ഒരു confusion stage ലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ life ലേക്ക് വരാനും അതിലൂടെ വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു new beginning ഒരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ഈ relationship നെ കൊണ്ടുപോകാനും ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ person ന്റെ ഒരു thoughts ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു emotional feelings ആണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണ് എന്നുള്ളത് എടുക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത്. അപ്പൊ ഇവിടെ ഓരോ spread ആയിട്ട് തന്നെ പറഞ്ഞു വരാം. Ten of Pentacles വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു family life ഒക്കെ ഈ ഒരു person ഇപ്പൊ ഒരുപാട് miss ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person നിങ്ങളെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുട്ടികളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് miss ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ ഒരു ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ financial ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത്. പക്ഷെ അപ്പോഴും അവിടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു life ൽ ഇവരും ഭയങ്കര happy ആയിരുന്നു. പക്ഷെ എപ്പോഴത്തെയോ ഇവരുടെ ഒരു മനസ്സിന്റെ ആ ഒരു പാളിച്ച അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാർത്ഥ മനോഭാവം കൊണ്ടിട്ടാണ് അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത്.
ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്ന് കരകയറണം. വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ നിങ്ങളുടെ ബന്ധം കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് തന്നെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളപ്പോ അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് അവഗണന കാര്യങ്ങളൊക്കെ നേരിട്ടത് കൊണ്ടിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ആ ഒരു ചേസിങ് ഒക്കെ നിങ്ങൾ നിർത്തിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുപോകരുത് എന്ന് ആഗ്രഹിച്ചിട്ട് ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും ഇവിടെ വാണ്ട് എനർജി വന്നിരിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ സംസാരത്തിൽ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാക്കിയവരായിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ പറ്റാത്ത വാക്കുകളും പ്രവൃത്തികളും എന്ന് വെച്ചാൽ തല്ലുപിടുത്തങ്ങൾ, ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്തെ സിറ്റുവേഷൻ കൊണ്ടിട്ടായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവർ ഓർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഇവരോട് പോകരുത് അല്ലെങ്കിൽ വിട്ടു പോകരുത് എന്നൊക്കെ പറഞ്ഞ് പുറകെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്തകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ലൈഫിൽ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ട് അവര് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലെ വിജയം ആഗ്രഹിക്കുന്നുണ്ട്. പാസ്റ്റിൽ കഴിഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ഒരു ഭയവും ഒരു റിഗ്രറ്റ് ഫീലും അല്ലെങ്കിൽ ആ ഒരു ചമ്മലും ഒക്കെ ഇവരുടെ ഉള്ളിലുണ്ട്. എങ്കിലും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഇനി മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ നോക്കാം എന്നുള്ളൊരു മെന്റാലിറ്റി ആണ്. ആ ഒരു രീതിയിലാണ് ഇവരിപ്പോ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ കുറിച്ച് ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു മനസ്സുകൊണ്ട് അവരുടെ ആ ഒരു ചിന്തകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇവർ എങ്ങോട്ടാണോ പോയത് ആ ഒരു സിറ്റുവേഷനിൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ നേടിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്ത് കഴിഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വിജയത്തോടു കൂടി നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു ചിന്തകള്, ആ ഒരു കൺഫ്യൂഷൻ അവരുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമം അവരുടെ ഉള്ളിലുണ്ട്. ഇതുവരെ അവർ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടേതായ സന്തോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു യാത്രയിലാണ് ഇവര്. 3 of Wands എന്ന് പറയുമ്പോൾ അവർ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ രീതിക്കും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കൊന്ന് നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കണം, നിങ്ങളുടെ കൂടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം. ഇവിടെയും 10 of Cups ആണ്. ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ച് നിന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നത് വീണ്ടും ആ ഒരു പ്രപ്പോസൽ ആയിട്ട് തന്നെയാണ്. എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണോ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് അതേപോലെ തന്നെ, അല്ലെങ്കിൽ അതേ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടായിരിക്കാം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പുറകെ ഒരുപാട് ഈ ഒരു വ്യക്തി നടന്നിട്ടുണ്ടായിരിക്കാം, അവരുടെ ആ ഒരു ഇഷ്ടം നിങ്ങളോട് പറയാനും നിങ്ങളുടെ ഇഷ്ടം നേടാനും ഒക്കെ ആയിട്ട്. അതേ റിസ്ക് തന്നെ എടുക്കാനുള്ള ഒരു മനസ്സിലേക്ക് ഇവർ എത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് അറിയാം നിസ്സാരമായ ഒരു ടാസ്ക് അല്ല ഇനി നിങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ നേടുക, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം നേടുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. സ്നേഹം നേടുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു സ്നേഹത്തിലൂടെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തിക്കണം. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ്, ഒരു സെലിബ്രേഷൻ കാർഡാണ്. ഇതൊരു മാരേജ് കാർഡാണ് ആക്ച്വലി. മാരേജ് എന്ന് പറയുമ്പോൾ ഒരുമിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു ലവേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നും അതിൻ്റെതായ ഒരു ആക്ഷൻസോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഫാമിലി ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോയവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെയാണ് മാറിപ്പോയിരുന്നത് എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നു ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ വീണ്ടും ഒരു ഒന്നുചേരൽ ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് മെയിൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ലൈഫിൽ ഇവർ എന്തൊക്കെയാണോ ആ ഒരു സ്വാർത്ഥതയോടുകൂടി ചിന്തിച്ച് ചെയ്തിരിക്കുന്നത് അതേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവമാണ് ലഭിച്ചിരിക്കുന്നത്. വലിയ രീതിക്ക് അവർക്ക് ആ ഒരു പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവുകൾ, അല്ലെങ്കിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പൊള്ളലേറ്റിരിക്കുന്ന ഒരു അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു തണുപ്പ് വേണം, അല്ലെങ്കിൽ ഒരു സമാധാനവും സന്തോഷവും, അല്ലെങ്കിൽ ലൈഫിൽ ഒരു പ്രകാശവും ഒക്കെ കടന്നു വരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്.
ആ ഒരു പ്രകാശമാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും സമാധാനമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ തന്നെയാണ് ഈ ഒരു person ഇപ്പൊ നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് ഇവർക്ക് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു regret feel, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ടെൻഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഭയങ്കരമായ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ person കടന്നു പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും അവരുടെ നെഗറ്റിവിറ്റി തോട്ട്സ് കാര്യങ്ങളെയൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ പുറത്തേക്ക് വരാതെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഇതൊന്നും അറിയിക്കാത്ത രീതിയിൽ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയിക്കണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ അത് ഒരിക്കലും നിങ്ങൾ അറിയണ്ട എന്നുള്ള രീതിയിലല്ല, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത് അറിയരുത്, അവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒന്നിച്ചൊരു മുന്നോട്ടേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് പറയാം. ഇപ്പോഴേ നിങ്ങൾ അറിയുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കാം അവരോട് പ്രതികരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് നിങ്ങളുടെ വ്യക്തിയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബുദ്ധിപൂർവ്വം തന്നെ അവർ ഈ ഒരു സമയത്ത് ചിന്തിച്ച് ആഴത്തിൽ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം ഒരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ള മെന്റാലിറ്റിയിൽ നിൽക്കുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ലൈഫിൽ ഏറ്റിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടിയിലൂടെ നിങ്ങളുടെ person എന്തായാലും ആ ഒരു മുകളിൽ നിന്ന് എത്രത്തോളം മുകളിലേക്കാണോ പോയത് അവിടെ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പച്ചയായ ജീവിതത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു നല്ല ഒരു genuine ആയിട്ടുള്ള ഒരു വ്യക്തി, fake കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ അല്ലെങ്കിൽ സ്വാർത്ഥതയോ കാര്യങ്ങളോ അതൊക്കെ പൂർണ്ണമായിട്ടും വിട്ടൊഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരായിട്ട് കളഞ്ഞതല്ല വിട്ടൊഴിഞ്ഞതല്ലെങ്കിൽ പോലും പ്രപഞ്ച ശക്തിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിന്റെ ഇടപെടൽ കൊണ്ടിട്ട് അവരുടെ ഈഗോ ഒക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. ആ ഒരു സ്വാർത്ഥത മനോഭാവമോ അല്ലെങ്കിൽ ഭയങ്കര എടുത്തുചാട്ടമോ ആ ഒരു ഗർജിക്കുന്ന സ്വഭാവമൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവര്. മനസ്സുകൊണ്ട് എല്ലാ രീതിക്കും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ്. സന്തോഷം, സമാധാനം, അതുപോലെ അർഹമായ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നൽകേണ്ടത്. അതിന് എല്ലാ രീതിക്കും നിങ്ങൾ തന്നെയാണ് യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യ എന്നുള്ളൊരു മനസ്സിലാക്കല് റിയാലിറ്റിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എനർജിയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു സമയത്തുള്ള ഇമോഷണൽ തോട്ട്സ് എന്താണ്, അതുപോലെ അവർ എന്താണ് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ റീഡിംഗ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു സമയത്ത് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ജാനുവരി എന്നൊരു മന്ത് വിത്തിൻ 3 months കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. ഇന്നേക്ക് 3 മാസത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംഭവിക്കാം. മെയ് എന്നൊരു മന്ത്, യു എന്നൊരു ലെറ്റർ, രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, കണ്ണൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ്, സ്കോർപിയസ്, എറണാകുളം, ഏരീസ്, എസ് എന്നൊരു ലെറ്റർ, ആർ എന്നൊരു ലെറ്റർ, 3 എന്നൊരു നമ്പർ, UAE വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. 28, ആയില്യം, H എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ മന്ത്, 38, തൃക്കേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, പൂരം, 19 എന്നൊരു നമ്പർ, N എന്നൊരു ലെറ്റർ, ലിബ്ര സോഡിയാക് സൈൻ ആണ്, പാലക്കാട്, 35, അശ്വതി, R എന്നൊരു ലെറ്റർ, 40 എന്നൊരു നമ്പർ, H again വന്നിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരുപാട് ക്ലൂസ് ഉണ്ട്. 6 വന്നിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. ലിയോ, 38, ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, പൂരാടം, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.